വെൽക്കം ടു ജുലീനാസ് കിച്ചൺ. ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് നേന്ത്രപ്പഴം സുഖിയനാണ്. നിങ്ങൾ ചെറുപയർ വെച്ചിട്ടുള്ള സുഖിയനൊക്കെ കഴിച്ചിട്ടുണ്ടാവും. അപ്പോൾ നമുക്ക് വ്യത്യസ്തമായിട്ട് നേന്ത്രപ്പഴം സുഖിയൻ എങ്ങനെയാണ് തയ്യാറാക്കേണ്ടതെന്ന് നോക്കാം. അതിനുവേണ്ട ഇൻഗ്രീഡിയൻസ്: നേന്ത്രപ്പഴം 3 എണ്ണം, പഞ്ചസാര 3 ടേബിൾ സ്പൂൺ. പഞ്ചസാരയൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് എടുക്കാം. 1 കപ്പ് നാളികേരം ചിരകിയത്, മൈദ 1 കപ്പ്, നെയ്യ് 2 ടേബിൾ സ്പൂൺ, ഏലക്കാപ്പൊടി 1/2 ടീസ്പൂൺ, വറുക്കുന്നതിന് ആവശ്യമായ ഓയിൽ, വെള്ളം ആവശ്യത്തിന്, ഉപ്പ് ആവശ്യത്തിന്. ആദ്യം നമുക്ക് ഈ നേന്ത്രപ്പഴം ചെറുതായി അരിഞ്ഞെടുക്കാം. പഴം ഞാൻ ചെറുതായി അരിഞ്ഞെടുത്തു കഴിഞ്ഞു. ചൂടായ പാനിലേക്ക് നമുക്ക് 2 ടേബിൾ സ്പൂൺ നെയ്യിട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന പഴം ഇടാം. ഇനി നന്നായി ഒന്ന് വേവിച്ചെടുക്കാം. പഴം ഒരുവിധം വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ചിരകി വെച്ചിരിക്കുന്ന നാളികേരം ഇട്ട് കൊടുക്കാം. ഒപ്പം തന്നെ ഇതിലേക്ക് എടുത്തു വെച്ചിരിക്കുന്ന പഞ്ചസാരയും ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഏലക്കാപ്പൊടി നമ്മൾ എടുത്തു വെച്ചിട്ടുണ്ടല്ലോ, അതും കൂടി ഇട്ട് കൊടുക്കാം. നമുക്കിതെല്ലാം കൂടെ നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അതോടൊപ്പം നമുക്ക് ഈ പഴം ഒന്ന് ഉടച്ചും കൊടുക്കാം കേട്ടോ. ഇനി നമുക്കിത് ഉരുട്ടിയെടുക്കാനുള്ളതാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ പഞ്ചസാരയ്ക്ക് പകരം ശർക്കര ചേർക്കാം കേട്ടോ. ശർക്കര ചീകിയിടാം. ഇപ്പോൾ ഷുഗറൊക്കെ നന്നായി മെൽറ്റായിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം ഇത് തണുക്കാനായി മാറ്റി വയ്ക്കാം. പഴം ചൂടാറുമ്പോഴേക്കും നമുക്ക് അത് മുക്കി പൊരിക്കേണ്ട ബാറ്റർ തയ്യാറാക്കാം. അതിനായി ഒരു ബൗളിലേക്ക് നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന മൈദ ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് അല്പം ഉപ്പിട്ട് കൊടുക്കാം. അല്പം മഞ്ഞൾപ്പൊടി ഇടുന്നുണ്ട് കേട്ടോ. വേണമെന്ന് നിർബന്ധമില്ല, എന്നാലും ഒരു കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇതെല്ലാം കൂടെ നന്നായി ഒന്ന് മിക്സ് ചെയ്യാം. എന്നിട്ട് ഇതിലേക്ക് വെള്ളം അല്പാൽപ്പമായിട്ട് ഒഴിച്ചു കൊടുക്കാം. അധികം ലൂസായി പോകരുത്. ഇതാണ് ഇതിൻ്റെ കൺസിസ്റ്റൻസി കേട്ടോ. കണ്ടോ? ഇപ്പോൾ പഴം നന്നായി ആറിയിട്ടുണ്ട്. ഇനി നമുക്ക് ചെറിയ ബോൾസ് ആക്കി എടുക്കാം. നമ്മൾ നെയ്യ് ഇട്ടിരിക്കുന്നതുകൊണ്ട് കയ്യിലൊന്നും ഒട്ടിപ്പിടിക്കുന്നില്ല. ഇതേപോലെ നമുക്ക് ഓരോരോ ബോൾ ഉണ്ടാക്കിയെടുക്കാം. ഇപ്പോൾ ഞാൻ എല്ലാം ഉരുട്ടിയെടുത്തു കഴിഞ്ഞു. ഇനി നമുക്ക് ബാറ്ററിൽ മുക്കി ഫ്രൈ ചെയ്യാം. ചൂടായ പാനിലേക്ക് ഫ്രൈ ചെയ്യുന്നതിന് ആവശ്യമായ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് ഓരോ ബോളും ബാറ്ററിൽ മുക്കി ചൂടായ ഓയിലിലേക്ക് ഇട്ട് കൊടുക്കാം.
ഇപ്പോൾ എല്ലാം തിരിച്ചിട്ട് കഴിഞ്ഞു കേട്ടോ. ഒരു വശം മുരിഞ്ഞു. ഇനി നമുക്കിത് എടുത്തു മാറ്റാം. നമ്മുടെ സുഖിനെല്ലാം നല്ല ഫ്രൈ ആയിട്ടുണ്ട്. കിച്ചൺ ടിഷ്യൂയിലേക്ക് ഇടാം. അങ്ങനെ നേന്ത്രപ്പഴം സുഖിയൻ ഇവിടെ റെഡിയായി കഴിഞ്ഞു. കുട്ടികൾക്കൊക്കെ ഇത് വളരെ ഇഷ്ടപ്പെടും. സ്കൂൾ വിട്ടൊക്കെ വന്നു കഴിയുമ്പോൾ നിങ്ങൾക്ക് ഇത് ഈസി ആയിട്ട് ഉണ്ടാക്കി കൊടുക്കാവുന്ന ഒരു സ്നാക്കാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്യണം. ചെറിയ കുട്ടികൾക്ക് മാത്രമല്ല മുതിർന്നവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു സ്നാക്കാണ്. അപ്പോൾ എന്തായാലും നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. ഇതിൻ്റെ ഫീഡ്ബാക്ക് എന്നെ അറിയിക്കണം. പിന്നെ ജുലീനാസ് കിച്ചൺ നിങ്ങൾ ആദ്യമായി കാണുന്നതെങ്കിൽ ജുലീനാസ് കിച്ചൺ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. മറ്റൊരു റെസിപ്പിയുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.